പൂക്കോട്ടുംപാടത്തെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ഇനി പായമ്പാടത്ത്. 63 വർഷത്തെ സേവന പാരമ്പര്യമുള്ള PT സ്റ്റോറിന്റെ മറ്റൊരു സംരംഭമാണിത്. PT സൂപ്പർ മാർക്കറ്റ്, പായമ്പാടം, പൂക്കോട്ടുംപാടം. എടക്കര ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന പ്രവൃത്തികളിലെ ക്രമക്കേടുകളെക്കുറിച്ച് ഓംബുഡ്സ്മാന് പരാതി നൽകിയതായി പ്രതിപക്ഷാംഗങ്ങൾ അറിയിച്ചു. ഉദരക്കുളത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ കിണർ നിർമ്മിച്ചതിൽ തൊഴിലാളികളുടെ കൂലി മാത്രമാണ് ലഭിച്ചത്. നിർമ്മാണത്തിനായി ഉപയോഗിച്ച റിംഗ് ഉൾപ്പെടെയുള്ള മെറ്റീരിയലുകൾക്ക് ചിലവായ പണം ഗുണഭോക്താവിന് നഷ്ടപ്പെട്ടതായും ഇവർ ആരോപിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയറെ 3 ആഴ്ച മുൻപ് സസ്പെൻഡ് ചെയ്തിരുന്നു. തുണിമാലിന്യം, കഴുകി വൃത്തിയാക്കി ഉണക്കിയ കിടപ്പ് രോഗികളുടെ പാഡുകൾ എന്നിവ വീടുകളിൽ നിന്ന് ശേഖരിക്കണമെന്ന ഹരിതകർമ്മസേനയ്ക്ക് നിർദ്ദേശമുണ്ടെങ്കിലും ഭരണസമിതി നിലവിൽ വന്ന ശേഷം ഇവ ശേഖരിച്ചിട്ടില്ല. ഇവ ആളുകൾ കത്തിക്കുകയാണ് ചെയ്യുന്നത്. ജൈവമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ പഞ്ചായത്തിൽ നൽകിയിട്ടില്ല. ലൈഫ് PMAY പദ്ധതികളിൽ 90 ദിവസം ജോലി ചെയ്തതിന്റെ കൂലി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വർഷങ്ങളായി ലഭിച്ചിട്ടില്ലെന്നും ഇവർ ആരോപിച്ചു. പ്രതിപക്ഷ നേതാവ് P മോഹനൻ, അംഗങ്ങളായ സന്തോഷ് കപ്രാട്ട്, സനൽ പാർലി, KP ജബ്ബാർ, റസിയ തൊണ്ടിയിൽ, അജി സുനിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാലിന്യവുമായി ബന്ധപ്പെട്ട് കർശന നടപടികളാണ് ഓരോ പഞ്ചായത്തിലും എടുക്കുന്നത്. കത്തിച്ച് കളഞ്ഞാൽ കർശന നടപടിയാണ്. അതുപോലെ തോട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലേക്കോ മാലിന്യങ്ങൾ ഒഴുക്കിയാൽ അതിനെതിരെ കർശന നടപടിയാണ് ഇന്നത്തെ കാലത്തൂടെ നടക്കുന്നത്. നമുക്കൊരു ഹരിതകർമ്മസേന എടക്കര പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. സമീപ പഞ്ചായത്തുകൾ കൂടി ബഹുമാനപ്പെട്ട പത്രപ്രതിനിധികൾ പരിശോധിക്കണം. ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്, പാഴ്വസ്തു ശേഖരണ കലണ്ടർ ഇവിടെ നമുക്ക് തന്നിരിക്കുകയാണ്. ഇത് പ്രകാരം ഓരോ മാസവും ഹരിതകർമ്മസേന വീട്ടിലെത്തുമ്പോൾ ഈ കലണ്ടറിൽ പറഞ്ഞ സാധനങ്ങളാണ് തരം തിരിച്ച് കുടുംബാംഗങ്ങൾ എടുത്തു വെക്കേണ്ടത്. ഇതിലിതാ പറയുന്നു, ഏപ്രിൽ മാസം എടുക്കേണ്ടത് പഴയ ചെരുപ്പ്, ബാഗ്, തെർമോക്കോൾ, തുണി മാലിന്യങ്ങൾ. ഈ തുണി മാലിന്യങ്ങൾ ഇത്രയും വർഷമായിട്ടും ഹരിതകർമ്മസേനയെ കൊണ്ട് എടുപ്പിക്കുന്നതിന് ഈ UDFൻ്റെ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. കിടപ്പിലായ രോഗികൾ നിരവധിയാണ് നമ്മുടെ പഞ്ചായത്തിൽ. കിടപ്പിലായ രോഗികളുണ്ടാകുമ്പോൾ അവർ നമ്മുടെ കിടക്കയിൽ മലമൂത്ര വിസർജനം ചെയ്യുന്നത് ഒരു അസൗകര്യം എന്ന നിലയ്ക്ക് അവിടെ പാമ്പേഴ്സ് സാധാരണ നമ്മൾ ഉപയോഗിക്കും. മറ്റ് പഞ്ചായത്തുകൾ ചെയ്യുന്നത് ഈ പാമ്പേഴ്സിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഉണക്കിക്കഴിഞ്ഞാൽ അത് ഹരിതകർമ്മസേന എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ എടക്കര പഞ്ചായത്തിൽ നിരവധി ദിവസങ്ങളായി ഈ ആളുകൾ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഉപയോഗിക്കാൻ കഴിയാത്ത തുണികളും ഈ പാമ്പേഴ്സും ആളുകൾ കത്തിക്കുകയല്ലാതെ മറ്റ് യാതൊരു വഴിയുമില്ല. അപ്പോൾ എടുത്തു കൊണ്ടുപോകേണ്ടത് ഈ രീതിയിൽ എടുത്തു കൊണ്ടുപോകുന്നതിന് യാതൊരു നടപടിയും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നില്ല. ഇപ്പോൾ ഒരു സർവേ പഞ്ചായത്തിൽ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അത് ജൈവ മാലിന്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണാവശിഷ്ടങ്ങൾ, പച്ചക്കറിയുടെ അവശിഷ്ടങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ടോയ്ലറ്റിലെയും നമ്മുടെ അടുക്കളയിലെയും വെള്ളം, ഇതൊക്കെ കൃത്യമായി നമ്മൾ സംസ്കരിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ സർവേ നടത്തിയ പഞ്ചായത്ത് സർവേ നടത്തിയപ്പോൾ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഗുരുതരമായ ജനങ്ങളുടെ ഭാഗത്തുള്ള പ്രതിഷേധമാണ്. ഇവിടെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി സോക്കേജ് പിറ്റും കമ്പോസ്റ്റ് പിറ്റും ഉണ്ടാക്കുന്നതിന് വേണ്ടി നിരവധി അപേക്ഷകൾ വർഷങ്ങളായി ഈ പഞ്ചായത്ത് ഓഫീസിൽ കെട്ടിക്കിടക്കുകയാണ്. സർവേ നടത്തി ചെന്ന സമയത്താണ് ജനപ്രതിനിധികളെ വിളിച്ച് ഈ ആളുകൾ പ്രതിഷേധം പറയുകയാണ്. കാരണം ഞങ്ങൾക്ക് സ്വന്തമായി സോക്കേജ് പിറ്റ് നിർമ്മിക്കാൻ പണമില്ല, ഞങ്ങൾക്ക് സ്വന്തമായി കമ്പോസ്റ്റ് പിറ്റ് നിർമ്മിക്കാൻ ഞങ്ങൾക്ക് പണമില്ല. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇതിന് ഇഷ്ടം പോലെ പണം ഇവിടെ ഉണ്ട്. തൊഴിലുറപ്പ് പദ്ധതി പ്രധാനമായും പറയുന്നത് റോഡ് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇത്തരം പദ്ധതികൾക്ക് മുൻഗണന കൊടുക്കണം എന്നാണ്. സോക്കേജ് പിറ്റ്, കമ്പോസ്റ്റ് പിറ്റ്, ഡ്രെയിനേജുകൾ, പാലങ്ങൾ, കലുങ്കുകൾ, ഇതിനാണ് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത്. അംഗനവാടി കെട്ടിടങ്ങൾ ഉൾപ്പെടെ മുൻഗണന കൊടുക്കുന്നത്. അവർക്കൊന്നും സോക്കേജ് പിറ്റ് ഇന്ന് വരെ, നിങ്ങൾ പഞ്ചായത്തിൽ പോയി അന്വേഷിച്ചാൽ ഇപ്പോൾ ഓംബുഡ്സ്മാൻ അന്വേഷണത്തിന് വരികയാണ്. ഈ അപേക്ഷകളൊക്കെ കണ്ടെത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഇതിലൊന്നും പഞ്ചായത്ത് ഭരണസമിതിക്ക് യാതൊരു ഉത്തരവാദിത്വം ഇത് സംബന്ധിച്ചില്ല. അപ്പോൾ നിങ്ങൾക്ക് പോയാൽ അറിയാം, ഇവിടെ നമ്മുടെ ശങ്കരംകുളം റോഡിൻ്റെ അവിടെ പഞ്ചായത്ത് ഭരണസമിതിയിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ ബന്ധു എന്നാണ് പറയപ്പെടുന്നത്. റോട്ടിൽ മാസങ്ങളായി മാലിന്യം കൊണ്ടുപോയി വെക്കുകയാണ്. അതെടുത്ത് കൊണ്ടുപോകുന്നതിന് യാതൊരു നടപടിയുമില്ല. ഇപ്പോൾ ഇന്നലെ പഞ്ചായത്ത് മെമ്പർമാരുടെ ഹരിതകർമ്മസേനയുടെയും ഗ്രൂപ്പിനകത്ത് ഒരു UDFൻ്റെ പ്രധാനപ്പെട്ട മെമ്പർ ഉന്നയിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. നേരിട്ട് ആ UDFൻ്റെ മെമ്പർ മാസങ്ങൾക്ക് മുമ്പ് ഇന്ന ആളാണ് കൊണ്ടുപോയി വെക്കുന്നത് എന്ന് ഉത്തരവാദിത്തപ്പെട്ട പ്രസിഡന്റിനോട് സെക്രട്ടറിയോട് പറഞ്ഞിട്ട് ഒരു നടപടി ഇന്ന് വരെ എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഒരു പാവപ്പെട്ടവനാണെങ്കിലോ, ഒരു പാവപ്പെട്ടവൻ്റെ പേരിൽ ഈ പഞ്ചായത്തിന് നടപടി എടുപ്പിക്കുന്നതിന് ഒരു മടിയും ഇവർക്കില്ല. എന്ന് പറഞ്ഞാൽ സ്വന്തക്കാർക്കും സ്വന്തം പാർട്ടിക്കാർക്കും സ്വന്തം കുടുംബാംഗങ്ങൾക്കും എന്ത് വിട്ടുവീഴ്ചയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണസമിതിയാണ് ഈ ഭരണസമിതി. അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ച് നിരവധി വിഷയങ്ങൾ നിൽക്കുകയാണ്. സോക്കേജ് പിറ്റ് ഉണ്ടാക്കി കൊടുത്ത ആളുകൾക്ക് ഇപ്പോഴും പൈസ കിട്ടിയിട്ടില്ല.
ഇവരുടെ ഉത്തരവാദിത്തമില്ലായ്മ കാരണം കൃത്യസമയത്ത് പേപ്പറുകൾ ചെയ്യാത്തിരുന്നതിൻ്റെ ഭാഗമാണ്. ലൈഫ് ഭവന പദ്ധതി, PMAY പദ്ധതി, ഈ പദ്ധതിക്കൊക്കെ 90 ദിവസത്തെ തൊഴിൽ ദിനങ്ങൾ അനുവദിച്ചു കൊടുക്കണം. ഇവിടെ ഇപ്പോൾ അന്വേഷിച്ചാൽ നിങ്ങൾക്കറിയാം, വീട് പണി പൂർത്തിയായി താമസം തുടങ്ങിയ കുടുംബങ്ങൾക്ക് പോലും ഈ 90 ദിവസത്തെ വേതനം, തൊഴിൽ ദിനം അടിച്ചു കൊടുക്കുന്നതിന് ഇവർക്ക് സാധിച്ചിട്ടില്ല. പരിഹരിക്കുന്നതിനോ ഇതിൽ ഇടപെടുന്നതിനോ പഞ്ചായത്ത് പ്രസിഡന്റോ വൈസ് പ്രസിഡന്റിനോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കോ താല്പര്യമില്ല. കാരണം അതാണ് ഇവിടെ പറയുന്നത്, ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് രാഷ്ട്രീയ നിയമനം നടക്കുകയാണ്. ഇവർക്കെതിരെ ഒരു നടപടിയിലേക്ക് പോകുമ്പോൾ പാർട്ടിയുടെ ഉന്നത ഭാഗത്തുനിന്ന് സമ്മർദ്ദം വരുന്നു, നടപടി എടുക്കരുത് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ പറയുന്ന വളരെ വിചിത്രമായ ഒരു അനുഭവമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഇതെല്ലാം ഈ നാട്ടിലെ പാവപ്പെട്ട തൊഴിലാളികൾക്ക്, ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. തുടർച്ചയായ ഭരണം ലഭിക്കുന്നു, ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന അഹങ്കാരമാണ്, ഇവിടെ എന്ത് ചെയ്താലും UDFനാണ് ഭരണമെന്ന അഹങ്കാരമാണ് ഇവരെ നയിക്കുന്നത്. പഞ്ചായത്തിലെ നമുക്കറിയാം, LDF സർക്കാരിൻ്റെ ഭാഗമായി നിരവധി വികസന പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിൽ നിലവിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എടക്കര ബൈപ്പാസിൻ്റെ പ്രവൃത്തി നിങ്ങൾക്കറിയാമല്ലോ, വളരെ രസകരമാണ്. ഈ പഞ്ചായത്തിന് ഏറ്റവും മുതൽക്കൂട്ടാവുന്ന ആ ബൈപ്പാസിൻ്റെ പ്രവൃത്തി അന്നത്തെ MLAയുടെയും LDFൻ്റെ മെമ്പർമാരുടെയും സാന്നിധ്യത്തിൽ ഇറങ്ങി നാട്ടുകാരുടെ ഭൂമി വാങ്ങി ആ റോഡിൻ്റെ വികസന പ്രവൃത്തി നടക്കുമ്പോൾ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള ആസ്തി രജിസ്റ്ററിലെ റോഡുകൾ പോലും വിട്ടുകൊടുക്കാതെ ആ പദ്ധതിയെ തകർക്കുന്ന നിലപാടാണ് UDFൻ്റെ ഭാഗത്തുണ്ടായാൽ. ആ റോഡ് ഇപ്പോൾ അവിടെ യാഥാർത്ഥ്യമാവാൻ വേണ്ടി പോവുകയാണ്. നമുക്കറിയാം, PMGSY പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റിന് 60% ഫണ്ട്, 40% ഫണ്ട് സംസ്ഥാന സർക്കാരിൻ്റെയാണ്. സംസ്ഥാന സർക്കാരാണ് ഏത് റോഡ്, ഏത് പദ്ധതി ഈ PMGSY ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിക്കേണ്ടത്. ആ പദ്ധതിയെ പോലും നാണംകെട്ട രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിച്ചവരാണ് എടക്കരയിലെ UDFൻ്റെ നേതാക്കന്മാരും പഞ്ചായത്ത് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരും. കാരണം അതിൻ്റെ ഉദ്യോഗസ്ഥർ വന്നപ്പോൾ മനോരമയിൽ അതിൻ്റെ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. ആ ഫോട്ടോയിൽ കാണിച്ചിട്ടുള്ള എന്താണ്, ഭരണസമിതി അല്ലെങ്കിൽ ഒരു MP മാത്രം നേരിട്ട് കൊണ്ടുവന്നതാണ് മുപ്പിനി പാലം എന്നുള്ള നിലക്കാണ്. ഇതിൻ്റെയൊക്കെ വസ്തുത ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് LDF ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, റോഡിൻ്റെ പ്രവർത്തികൾ കൂടിയും ഈ പഞ്ചായത്തിൽ നടന്നിട്ടില്ലെങ്കിൽ ഇവിടുത്തെ ആളുകൾ ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട റോഡുകളുടെ സ്ഥിതി പോലും വളരെ ദയനീയമായ സ്ഥിതിയിലേക്ക് പോകും. ഇവിടെ ജലജീവ മിഷൻ്റെ ഭാഗമായി നിങ്ങൾക്കറിയാം, പല പഞ്ചായത്തുകളും കുറേ മുന്നേറി ജലജീവ മിഷൻ്റെ ഭാഗമായി റോഡുകൾ വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. ആ റോഡുകൾ റിപ്പയർ ചെയ്തെടുക്കുന്നതിനാവശ്യമായ ഒരു നടപടിയും പഞ്ചായത്തിൻ്റെ ഭാഗത്ത് അതിന് നേതൃത്വം കൊടുക്കേണ്ടുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു നടപടിയും അത് സംബന്ധിച്ച് നീക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ പഞ്ചായത്തിലെ ജനങ്ങളെ തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യത്തിലായാലും ഹരിതകർമ്മസേനയുടെ കാര്യത്തിലായാലും റോഡുകൾ നന്നാക്കുന്ന കാര്യത്തിലെ പഞ്ചായത്ത് ഭരണസമിതി അമ്പേ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ ഭരണസമിതിക്കെതിരായി ശക്തമായ പ്രതിഷേധം തൊഴിലുറപ്പ് തൊഴിലാളികൾ, നിങ്ങൾക്കറിയാം, ഇതിപ്പോൾ ഇവിടെ ജനുവരി മാസം പിന്നിടാൻ പോവുകയാണ്. കേവലം ചുരുങ്ങിയ 2 മാസം മാത്രമാണ്. കൃത്യസമയത്ത് തൊഴിലിന് അപേക്ഷിച്ചാൽ ആ തൊഴിലിന് അനുവദിച്ചു കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടതിൻ്റെ ഭാഗമായി 100 തൊഴിൽ ദിനം പൂർത്തിയാക്കുന്ന തൊഴിലാളികളുടെ എണ്ണം ഈ പഞ്ചായത്തിൽ കുറവായിരിക്കും. നിരവധി പട്ടികവർഗ തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. അവർക്ക് 100 തൊഴിൽ ദിനം കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ് ട്രൈബൽ പ്ലസ് പദ്ധതി പ്രകാരം 100 തൊഴിൽ ദിനം കൂടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ 200 തൊഴിൽ ദിനം ഒരു പട്ടികവർഗ കുടുംബത്തിന് ലഭിക്കുമ്പോൾ ഈ പഞ്ചായത്തിൽ സമീപ പഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി 200 തൊഴിൽ ദിനം കിട്ടുന്ന പട്ടികവർഗ കുടുംബങ്ങളുടെ എണ്ണം വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ കാര്യത്തിലെല്ലാം പഞ്ചായത്ത് ഭരണസമിതി പരാജയപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളവിടെ വന്നാൽ കാണാൻ കഴിയും, ചില മുൻ പഞ്ചായത്ത് മെമ്പർമാരടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കയറിയിരുന്ന് ഭരിച്ച് നിരങ്ങുകയാണ്. ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പോലും യാതൊരു സാമാന്യ മര്യാദ പോലും ഇല്ലാതെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പിന്നിലാക്കി മുൻസീറ്റ് ഡ്രൈവിംഗ് നടത്തുന്ന കോൺഗ്രസിൻ്റെ നേതാക്കളാണ് ഈ ഭരണത്തിന് ഈ തരത്തിൽ പരാജയത്തിന് കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇക്കാര്യത്തിൽ ശക്തമായ സമരവും ഒപ്പം നിയമ നടപടികളുമായി, അതാണ് ഞങ്ങൾ ഓംബുഡ്സ്മാന് കൊടുത്തുള്ള പരാതി. ന്യൂസ് ബ്യൂറോ, എടക്കര. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.